വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ അർജുൻ പറയുന്നത് കേൾക്കുമ്പോ അമീർ അതിനെ പരിഹസിച്ചിട്ട് ചോദിക്കും, ഈ നൂറ്റാണ്ടിലെങ്ങാനും തെളിവ് ഹാജരാക്കാൻ പറ്റുമോ? ഇത് കോടതിയാണ്, ഇവിടെ വേണ്ടത് തെളിവുകളാണ് എന്ന് പറയുമ്പോ കോടതിയും ചോദിക്കും, ഇത് തന്നെയല്ലേ അർജുൻ നിങ്ങൾ നേരത്തെയും പറഞ്ഞത്? പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ചതുപോലെ കാർത്തിക് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എവിടെ? ഇത് കേൾക്കുമ്പോ ശാലിനിയെ പ്രതീക്ഷിച്ചിട്ടാണ് അവിടെ എല്ലാവരും നിൽക്കുന്നത്. വിഷ്ണുവും അതുപോലെ തന്നെ സത്യഭാമയും ആ വരാന്തയിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, ശാലിനിയുടെ വരവ് കാത്ത്. രോഹിത്തും അർജുനൊക്കെ. ഈ സമയം മധുശ്രീക്കും ബോസിനും നല്ല സന്തോഷം. കാർത്തിക മരിച്ചു എന്ന് തന്നെയാണ് അവരിപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെ ടെൻഷനോടെ ഭാമ ചോദിക്കും, രോഹിത്തെ, വിഷ്ണു എടാ എന്റെ മകനെ ശിക്ഷിച്ച് ജയിലിൽ അടക്കിയോ എന്ന് വെക്കുമ്പോ രോഹിത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല. അങ്ങനെ അമീർ കോടതിയോട് പറയും, കാർത്തിക ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിന് വ്യക്തമായ തെളിവ് നൽകാൻ ഡിഫൻസ് കൗൺസിലറിന് സാധിക്കാത്തതുകൊണ്ട് പ്രതിയാക്കപ്പെട്ട വിഷ്ണുവിനെ ഇന്ത്യൻ നിയമശിക്ഷത്തിലെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഇവിടെ അർജുനിപ്പോ ഇനി ഒബ്ജക്ഷൻ പറയാനില്ല. അർജുൻ തലതാഴ്ത്തി നിൽക്കാണ്. വിഷ്ണുവും അത് കാണുന്ന ജഡ്ജി ചോദിക്കും, ഇനി ഡിഫൻസ് കൗൺസിലർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അർജുൻ തല താഴ്ത്തും. ശേഷം വിഷ്ണു ഇങ്ങനെ നോക്കുമ്പോ വിഷ്ണുവിനെ നോക്കിയതിനു ശേഷം പറയും, നോ യുവർ ഓണർ. ഇത് കേൾക്കുമ്പോ മധുശ്രീക്കും ബോസിനും ഒക്കെ ചിരി വരികയാണ്. ഒരാണെങ്കിൽ സന്തോഷം കൊണ്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ അമീർ എഴുന്നേറ്റിട്ട് പറയും, എന്റെ ഫ്രണ്ടായ ഡിഫൻസ് കൗൺസിലറിനെ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് മനസ്സില് മന്ത്രിക്കുന്നുണ്ടാകും. എന്നാ ശബ്ദം പുറത്തു വരണമെങ്കിലേ കേസും കേസിന്റെ നിയമവശങ്ങളും പഠിക്കണം. 1ാം ക്ലാസ് ജയിക്കാതെ 10ാം ക്ലാസ്സിൽ ഇരിക്കണമെന്ന് ശാഠ്യം പിടിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞൊക്കെ കളിയാക്കുന്നുണ്ട്. ഈ സമയം ഭാമ ടെൻഷനാവുക. ഈശ്വര, എന്റെ മോൻ വിഷ്ണു ആണെങ്കില് ജയിലിലാക്കപ്പെട്ടു എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ വിഷമത്തോടു കൂടി തലതാഴ്ത്തി നിൽക്കണേ. ഈ സമയം അമീർ അർജുന്റെ അടുത്ത് ചെന്നിട്ട് പറയും, എവിടെയായാലും ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നവൻ മുഖം നോക്കിയല്ല തീരുമാനിക്കുന്നത്, മറ്റു പല ഘടകങ്ങളും നോക്കി തന്നെയാണ്. ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തു നേടാം. അതിന് ഏറ്റവും നല്ല ഉദാഹരണവും ഞാൻ തന്നെയാണ്. കണ്ടുപഠിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ ആയുസ് വേസ്റ്റ് ആവുന്നു തോന്നും. അപ്പൊ അർജുൻ പറയും, അവസാന നിമിഷം വരെ പോരാടുന്നവനാണ് അമീർ യഥാർത്ഥ പോരാളി. അവൻ മരിച്ചു വീഴുന്നതുവരെ പോരാളിയായിരിക്കും, അല്ലാതെ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യുന്നത് പോരാളിയല്ല. അതൊരു പോരായ്മയാണ്, വലിയൊരു പോരായ്മ. അപ്പൊ അമീർ പറയും, നമുക്ക് നോക്കാം. അർജുൻ പറയും, കാണാം. അങ്ങനെ കോടതി പറയണേ, കാർത്തിക ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവ് ഹാജരാക്കാൻ ഡിഫൻസ് കൗൺസിലറിനെ കഴിയാത്ത സാഹചര്യത്തിൽ പ്രതിയാക്കപ്പെട്ട വിഷ്ണുവിനെ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി ഓടിയെത്താണ്. ശാലിനിയെ കാണുമ്പോ തന്നെ എല്ലാവരും ഞെട്ടലോടെ നോക്കുന്നുണ്ട്. അങ്ങനെ ശാലിനി പറയും, തെളിവുണ്ട് യുവർ ഓണർ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറും. യുവർ ഓണർ, തെളിവ് ഞാൻ ഹാജരാക്കാം. അപ്പോഴേക്ക് അർജുൻ എഴുന്നേറ്റിട്ട് പറയും, യുവർ ഓണർ, പ്രതിയാക്കപ്പെട്ട വിഷ്ണുവിന്റെ ഭാര്യയാണ്, ജില്ലാ കളക്ടറാണ്. PWD സാക്ഷി പട്ടികയിൽ ശാലിനി വിഷ്ണുവിന്റെ പേര് കൂടെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. അതിലെ അമീർ ഒബ്ജക്ഷൻ പറയുമ്പോ കോടതി തന്നെ ഒബ്ജക്ഷൻ ഓവർറൂൾ. അടിയന്തര ഘട്ടത്തിൽ കേസിന് ആസ്പദമായ വിവരങ്ങൾ നൽകാൻ സാധിക്കുമെങ്കിൽ സാക്ഷി പട്ടികയിൽ ഇല്ലാത്ത ഒരാളെ കേസിന്റെ നിർണായക ഘട്ടം മനസ്സിലാക്കി സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. PWD 9 ശാലിനിയെ വിഷ്ണുവിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോ വിഷ്ണുവിനും അർജുനും ഭാമയ്ക്കും രോഹിത്തിനും ഒക്കെ സമാധാനം വന്നുണ്ട്. എന്നാ ബോസും മധുശ്രീയും എന്ന് പറഞ്ഞ് തലതാഴ്ത്ത അവര് ടെൻഷനോടെ ഇപ്പം നിൽക്കുന്നത്. അങ്ങനെ ശാലിനിയോട് അർജുൻ അവിടെ കയറി നിൽക്കാൻ പറയും. ശേഷം ശാലിനി കൊണ്ട് സത്യവാൻ മൂലം ചെയ്യിക്കുക. അങ്ങനെ കോടതി വയ്ക്കും, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ശാലിനി പറയും, ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ കാർത്തിക മരിച്ചിട്ടില്ല എന്നതിനുള്ള തെളിവ് ഞാൻ ഹാജരാക്കാം. ഇത് കേൾക്കുമ്പോ വിഷ്ണു ഞെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബോസും മധുശ്രീയും ഞെട്ടിലോടെ പരസ്പരം നോക്കുന്നുണ്ട്, ചുറ്റിലും നോക്കുന്നുണ്ട്. അങ്ങനെ സംഭവം എന്താന്ന് വെച്ചാൽ വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് ശാലിനി ചില കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അതായത് ഗുണ്ടകളെ കാർത്തികയെ വെടിവെച്ചതിനു ശേഷം കാർത്തിക കിണറിലേക്ക് വീഴുന്നുണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോഴായിരിക്കും ശാലിനി വരുന്നത്. ഈ ശാലിനിയെ കാണുന്നതും ഈ ഗുണ്ടകൾ ഓടിപ്പോവാണ്, കാർത്തിക മരിച്ചു എന്ന് കരുതിയിട്ട്. ചുറ്റിലും നോക്കുന്ന ശാലിനിക്ക് എവിടെയാണ് കാർത്തിക എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴായിരിക്കും കിണറിലേക്ക് നോക്കുന്നത്. കിണറിൽ കിടക്കുന്ന കാർത്തികയെ കാണും. ആദ്യം ശാലിനിയും പല്ലവിയും ഞെട്ടാണ്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ കാർത്തികയെ അവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്നിട്ട് ശസ്ത്രക്രിയക്ക് വിധേയമാക്കുക. ശേഷം കയ്യിലെ ബുള്ളറ്റ് ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആരും അറിയാതെ ഹോസ്പിറ്റലിലാക്കി ശാലിനി തന്നെയാണ് കാർത്തികയെ സംരക്ഷിച്ചിരുന്നത്. അങ്ങനെ കാർത്തികയെ എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിക്കുമ്പോ എല്ലാവരും ഞെട്ടിലൂടെ ആ വാതിലിന്റെ അടുത്തേക്ക് നോക്കുകയാണേ. ബോസിനും മധുശ്രീക്കും വിശ്വസിക്കാനേ ആവുന്നില്ല. അവരുടെ മുഖത്ത് നല്ല പേടിയും ഉണ്ട്. വിഷ്ണുവും ഭാമയും രോഹിത്തും അർജുനും എന്തിനെ പബ്ലിക് പ്രോസിക്യൂട്ടർ വരെ വാതിലേക്ക് നോക്കുമ്പോണ്ടാവും പല്ലവിയുടെ കൂടെ കാർത്തിക അങ്ങോട്ട് കയറി വരുന്നത്. കാർത്തിക ഇങ്ങനെ നടന്ന് ജീവനോടെ വരുന്നാണുമ്പോ മധുശ്രീയും ബോസും വാ പൊളിച്ചു നിൽക്കുക. ഞെട്ടലും അറിയാതെ യാന്ത്രികമായിട്ട് തന്നെ മധുശ്രീ അവിടുന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ ശാലിനി പറയും, ഇതാണ് യുവർ ഓണർ, കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന കാർത്തിക. അപ്പൊ കോടതി പറയും, ഈ പെൺകുട്ടിയെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ കുട്ടിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയട്ടെ. അങ്ങനെ ശാലിനിയും വിഷ്ണുവിന്റെ മുഖത്ത് നോക്കി ചിരിച്ച് സമാധാനത്തോടു കൂടെ അവിടെ നിന്ന് ഇറങ്ങണേ. വിഷ്ണുവിനും ഇപ്പൊ നല്ല സന്തോഷമുണ്ട്. ശേഷം കാർത്തികയോട് അവിടേക്ക് കയറി നിൽക്കാൻ പറയും.
അങ്ങനെ മധുശ്രീ ആണെങ്കിൽ ഇപ്പോഴും ഞെട്ടല് മാറാണ്ട് ഷോക്കോട് കൂടി ഇങ്ങനെ നോക്കി നിൽക്കാണ്. സത്യഭാമ ശാലിനിയുടെ മുന്നില് ദയനീയമായിട്ട് ഇങ്ങനെ നോക്കുക. രോഹിത് ഇങ്ങനെ സന്തോഷത്തോടു കൂടെ ശാലിനിയെ നോക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ കാർത്തികയുടെ സത്യവാൻ മൂലം ചെയ്യിക്കാണ്. ഈ സമയം മധുശ്രീയെ ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. മധുശ്രീ ഇപ്പോഴും ഷോക്ക് മാറാണ്ട് നിൽക്കാണ് അവിടെ. ഈ സമയം ബോസ് ഇരിക്കടെ അവിടെ എന്ന് പറഞ്ഞിട്ട് മധുശ്രീയെ പിടിച്ച് അവിടെ ഇരുത്തും. മധുശ്രീ പോലും അറിയാണ്ടേ അവിടെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അർജുൻ ചോദിക്കും, എന്താണ് കാർത്തികയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അങ്ങനെ കാർത്തിക പറയും, ഞാൻ അവിചാരിതമായിട്ടാ വിഷ്ണുവേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഒരിക്കലും വിഷ്ണുവേട്ടന്റെ ജീവിതം തകർക്കാനോ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാനോ അല്ല. പക്ഷേ വിഷ്ണുവേട്ടന്റെ ജീവിതവും ശാലിനിയുടെ ജീവിതവും തകർക്കാനായി എന്നെ മുന്നിൽ നിർത്തി ചിലര് കളിച്ച കളികളാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അപ്പൊ തന്നെ മധുശ്രീയും ബോസും ഒന്നുകൂടെ പേടിക്കുന്നുണ്ട്. അങ്ങനെ അർജുൻ പറയും, അത് ആരാണെന്ന് കൂടി കോടതിയോട് പറയേണ്ടതുണ്ട്. കാർത്തിക ഒന്നും നോക്കാണ്ട് സത്യം പറയണേ. മധുശ്രീ അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം പബ്ലിക് ആയിട്ടാണല്ലോ, അതും കോടതിക്കുള്ളിൽ വെച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഓടാൻ പോലും പറ്റാതെ അവിടെ ഇരിക്കണേ. എല്ലാവരും അപ്പോ കാർത്തികയെ ഇങ്ങനെ നോക്കും. അങ്ങനെ അർജുൻ പറയും, നോട്ട് ദി പോയിന്റ് യുവർ ഓണർ. ഈ മധുശ്രീ തന്നെയാണ് കാർത്തികയെ എന്റെ കക്ഷി കത്തി കാട്ടിന്നുള്ള വീഡിയോ എടുത്തതും എന്ന് പറയുമ്പോ അമീർ ഒബ്ജക്ഷൻ പറയും. അപ്പോ കോടതി അതിന് അനുവാദം നൽകും. അങ്ങനെ അമീർ പറയും, ഗ്രീൻ റൂമിൽ കാർത്തികയെ പ്രതി കൊല്ലാൻ നോക്കിയതും പ്രതിയുടെ കത്തിയിൽ കാർത്തികയുടെ ചോര പുരണ്ടതും വ്യാജമാണെന്ന് പറഞ്ഞു വരികയാണോ എന്റെ സുഹൃത്ത് ഡിഫൻസ് കൗൺസിലർ? അർജുൻ പറയും, വ്യാജമല്ല, അത് മുൻകൂട്ടി നടപ്പിലാക്കിയ ഒരു നാടകമായിരുന്നു. ഈ കോടതിയിൽ കൂടിയിരിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും മിസ്റ്റർ അമീർ അബ്ദുള്ള. മരണപ്പെട്ട കാർത്തിക തന്നെ മുന്നിൽ വന്ന് നിന്ന് താൻ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടും ചോര പുരണ്ട ഒരു കത്തിയുടെ പേരില് അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോയുടെ മുകളിൽ കടിച്ചു തൂങ്ങി സംഭവിച്ചു പോയതും പറഞ്ഞൊപ്പിച്ചതുമായിട്ടുള്ള വിഡ്ഢിത്തരത്തിന് ഇപ്പോഴും വില നൽകി സംസാരിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വില കുറഞ്ഞ ചിന്താഗതികളോട് എനിക്കിപ്പോഴും സഹതാപമാണ്. അമീർ പിൻവാങ്ങി അവിടെ പോയിരിക്കും. അങ്ങനെ അർജുൻ ചോദിക്കും, കാർത്തികയ്ക്ക് പറയാൻ പറ്റുമോ അവിടെ എന്താ സംഭവിച്ചതെന്ന്? പറ കാർത്തിക, എന്തൊക്കെ അനുഭവങ്ങളാണ് മധുശ്രീയിൽ നിന്നും കാർത്തികയ്ക്ക് ഉണ്ടായിട്ടുള്ളത്? കാർത്തിക പറയും, ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അന്ന് ഗ്രീൻ റൂമിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാ. അതായത് കാർത്തികയുടെ തല മധുശ്രീ അടിച്ചു പൊട്ടിച്ചതും നെറ്റിയിലെ ചോര കത്തിയിൽ പുരണ്ടതും വീണ്ടും വീണ്ടും അടിച്ച് ബോധം കളഞ്ഞതും പിന്നെ വേറൊരു സ്ഥലത്ത് കെട്ടിയിട്ടതും അവിടുന്ന് മാറ്റിയതും പിന്നെ മധുശ്രീയുടെ മാനസിക പീഡനങ്ങളും ശേഷം അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ ഗുണ്ടകള് ഷൂട്ട് ചെയ്തതും എല്ലാം പറയാ. അവിടെ നിന്ന് വെന്തൊരുകാണേ മധുശ്രീയും ബോസും. സത്യഭാമ മധുശ്രീനെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അങ്ങനെ വിഷ്ണു ആണെങ്കിൽ ഞെട്ടലോടെ കാർത്തികയെ നോക്കുക. കാർത്തിക പറയും, ഇതൊക്കെയാണ് സംഭവിച്ചത്. വിഷ്ണുവേട്ടൻ നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എനിക്ക് ആ വീട്ടിൽ കഴിയാൻ പറ്റിയത്. പിന്നെ ശാലിനി മേഡം, ഞാൻ ഒരുപാട് ദ്രോഹങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ ജീവൻ രക്ഷിച്ചത് ശാലിനി മേഡമാണ്. അപ്പൊ ഭാമ ശാലിനി ഇങ്ങനെ നോക്കും. ശാലിനി ഇങ്ങനെ സന്തോഷത്തില് പ്രൗഡായിട്ട് അവിടെ ഇരിക്കുകയാണ്. വിഷ്ണുവേട്ടൻ നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ വെറുതെ വിടണമെന്ന് മാത്രമേ എനിക്ക് കോടതിയോട് താഴ്മയായിട്ട് പറയാനുള്ളൂ. അപ്പോ കോടതിക്കും പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നോ ക്രോസ് യുവർ ഓണർ എന്ന് പറഞ്ഞ് അമീർ അവിടെ ഇരിക്കും. അപ്പൊ അർജുൻ മുന്നോട്ട് വന്നിട്ട് അമീറിനോട് വയ്ക്കും, മരിച്ചവരെ തിരിച്ചു കൊണ്ടുവന്ന് കൺമുന്നിൽ നിർത്തിയപ്പോ പകച്ചു നിന്നു പോയ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ചെയ്യാൻ പറ്റുന്ന ഏക മാർഗം ഈ കാർത്തിക ഒരു ഗോസ്റ്റ് ആണെന്ന് വരുത്തി തീർക്കുക മാത്രമാണ്. പക്ഷെ അതൊരു സിനിമയിലായിരുന്നെങ്കിൽ നമുക്ക് നടപ്പിലാക്കായിരുന്നു, അല്ലേ മിസ്റ്റർ അമീർ? അപ്പൊ തന്നെ അമീർ തല താഴ്ത്തുന്നുണ്ട്. അർജുൻ പറയും, പക്ഷേ ഇത് ജീവിതമായി പോയി. സത്യം, സത്യസന്ധത ഇതെല്ലാം കാത്തു സൂക്ഷിക്കുന്ന പവിത്രമായ കോടതി മുറിയുമായി പോയി. ഇല്ലെങ്കിൽ നിങ്ങൾ അതിനൊരു ശ്രമം നടത്തിയനെ. കാരണം ഒരു കേസ് ജയിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും നല്ല ഒരുപാട് അറ്റങ്ങൾ കൃത്രിമമായി സൃഷ്ടിച്ചു മുന്നേറുന്ന നിങ്ങൾക്ക് ഈ കേസിലേറ്റ ഈ പരാജയത്തിന് എനിക്ക് സഹതാപമുണ്ട് എന്നൊക്കെ ഇങ്ങനെ അമീറിന്റെ മുഖത്ത് നോക്കി പറയും. ശേഷം അർജുൻ പറയണേ, ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് പറയാനുള്ളത്, ഒരു മധുശ്രീയിൽ ഒതുങ്ങുന്നതല്ല ഈ കേസ്. ശക്തമായൊരു ബ്രെയിൻ അത് മധുശ്രീക്ക് പിന്നിലുണ്ട്. അധികാരവും ധാർഷ്ട്യവും അഹന്തയും കൈമുതലാക്കിയ ഒരു നിയമപരിരക്ഷകൻ, നിയമം സംരക്ഷിക്കേണ്ട നിയമപാലകൻ തന്നെ അതിനെ മറികടന്ന് കൊള്ളരുതായ്മയ്ക്കും കുതുകാൽ വെട്ടിനും കരിഞ്ചന്തയ്ക്കും കൂട്ടുനിൽക്കുമ്പോ ഇവരെല്ലാം മറക്കുന്ന ഒരു കാര്യമുണ്ട് യുവർ ഓണർ, പവിത്രമായ ഇന്ത്യൻ നിയമവ്യവസ്ഥ. എനിക്കിതൊന്നും ബാധകമല്ല. ഞാൻ ഇനിയും എന്റെ അധികാര കസേരയിലിരുന്ന് തട്ടിപ്പും വെട്ടിപ്പും കൊള്ളരുതായ്മകളും കാണിക്കുമെന്ന് അഹങ്കരിക്കുന്ന ഒരു ബ്രില്യൻ ക്രൈം മേക്കർ, ക്രിമിനലുകളിൽ ക്രിമിനൽ, കുതന്ത്രങ്ങൾ മെനയുന്നതിലെ അഗ്രഗണ്യൻ, എന്ത് തടസ്സങ്ങളെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഡേഞ്ചറസ് നൊട്ടോറിയസ് പോലീസ് ഓഫീസർ, കാക്കിയിട്ട നരാധമൻ, ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്ന വീടും ഉടനെ പണി തുടങ്ങാൻ പോകുന്ന റിസോർട്ടും എല്ലാം ഈ കേസിന്റെ ബലത്തിന് ഉറപ്പ് നൽകും യുവറാണ്. അപ്പൊ തന്നെ ബോസിനെ കുറിച്ചാണെന്ന് അവിടെ എല്ലാവർക്കും മനസ്സിലാവുന്നതുകൊണ്ട് എല്ലാവരും ബോസിനെ നോക്കുന്നുണ്ട്. അങ്ങനെ കോടതി പറയും, അർജുൻ
ആളെക്കുറിച്ചുള്ള മുഖവര കഴിഞ്ഞെങ്കിൽ കോടതിക്ക് മുന്നിൽ ആ പേര് പറയാവുന്നതാണ്. അർജുൻ പറയും, യുവർ ഓണർ, കുറ്റക്കാരെ കണ്ടുപിടിക്കുന്നതും ശിക്ഷിക്കുന്നതും നിസ്സാരമല്ല, അതുപോലെ തന്നെ പ്രധാനമാണ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ ശ്രമിച്ച് വിജയിച്ചവരെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാന്നുള്ളത്. അത് വലിയ പദവിയിലിരിക്കുന്ന ഒരാളാകുമ്പോ, ഒരു പോലീസിന്റെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാളാകുമ്പോ ചൂണ്ടിക്കാട്ടാൻ ആരും ഒന്ന് ഭയക്കും. കാരണം എല്ലാവർക്കും അവനവന്റെ ജീവനിൽ കൊതിയുണ്ട് യുവർ ഓണർ. അപ്പൊ തന്നെ അമീർ ഒബ്ജക്ഷൻ ചോദിക്കുക. യെസ്, പ്രൊസീഡ്. അമീർ പറയും, എന്റെ സുഹൃത്ത് വെറുതെ എഴുതാപ്പുറം വായിക്കാണ്. അങ്ങനെ ഒരാൾ ഈ കേസിലില്ല. അതുകൊണ്ട് തന്നെയാ ആ പേര് പറയാൻ ഡിഫൻസ് കൗൺസിലർ ബോധപൂർവം മടിക്കുന്നത്. അർജുൻ പറയും, പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നാവിൻ തുമ്പിൽ ആ പേരുണ്ടെങ്കിലും അതെന്റെ നാവിൻ തുമ്പിൽ നിന്ന് തന്നെ കേൾക്കണമെന്നാണെങ്കിൽ ഞാൻ പറയും യുവർ ഓണർ. വിഷ്ണുവിനെതിരെ കൊലക്കുറ്റം ചുമത്തി ജയിലിൽ അടച്ചതും മധുശ്രീയെ കൊണ്ട് കാർത്തികയുടെ തലക്കടിച്ച് അപായപ്പെടുത്തിയതും അവിടുന്ന് കൊണ്ടുപോയി പിന്നെ കാർത്തിക മരിച്ചു എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ പേരിൽ കള്ളക്കേസുണ്ടാക്കിയതും മറ്റാരുമല്ല, എ ഡേഞ്ചറസ് നൊട്ടോറിയസ് പോലീസ് ക്രിമിനൽ, ദ വൺ ആൻഡ് ഓൺലി ACP ചന്ദ്രബോസ് എന്നിങ്ങനെ പറയുമ്പോ ആ കോടതി തന്നെ കുലുങ്ങുന്നുണ്ട്. ചന്ദ്രബോസ് ഇങ്ങനെ പേര് പറയുന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. ഞെട്ടിത്തരിച്ച് നിൽക്കുക. ദേഷ്യത്തോടെ അർജുനെ നോക്കും. ശേഷം എഴുന്നേറ്റ് പറയും, എന്താ അസംബന്ധമൊക്കെയായി പറയുന്നത്? അത് കേൾക്കുമ്പോ തന്നെ ബാമയും ശാലിനിയും ഒക്കെ ബോസിനെ ഇങ്ങനെ ദേഷ്യത്തില് തുറച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ ബോസ് പറയും, ബഹുമാനപ്പെട്ട കോടതി ഒന്ന് മനസ്സിലാക്കണം, ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കുറച്ച് ബ്രൂട്ടലായിട്ടും ഹാർഡായിട്ടും എനിക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് യുവർ ഓണർ. അല്ലാതെ ഡിഫൻസ് കൗൺസിലർ പറയുന്നത് പോലെ അമാനുഷിക വില്ലനൊന്നും അല്ല ഞാൻ. അപ്പൊ അർജുനും ശാലിനിക്ക് പുച്ഛത്തിൽ മുഖം തിരിക്കുക. അങ്ങനെ ചന്ദ്രബോസ് പറയണേ, സത്യം ജയിക്കണമെന്ന് വിശ്വസിച്ച് സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഈ കേസുമായിട്ട് എനിക്ക് വഴിവിട്ട യാതൊരു ബന്ധവുമില്ല. എന്റെ കൈകൾ തീർത്തും പരിശുദ്ധമാണ് യുവർ ഓണർ, കണ്ണീർ ജലം പോലെ. അപ്പൊ അർജുൻ പറയും, യുവർ ഓണർ, ഈ വാക്കുകൾ അറം പറ്റിയതുപോലെയാണെന്ന് പറയേണ്ടി വരും. ഈ കേസിൽ മരണപ്പെട്ട കാർത്തിക ഒഴുക്കിയ കണ്ണീരിനും സാക്ഷി പട്ടികയിൽ ഒടുവിൽ ഉൾപ്പെടുത്തിയ PWD 9 ശാലിനിയും വിഷ്ണു ഒഴുക്കിയ കണ്ണീരിനും പരിശുദ്ധമെന്ന് പറഞ്ഞ ചന്ദ്രബോസിന്റെ കണ്ണീർ ജലത്തിന് സ്ഥായിയായ ബന്ധമുണ്ട്. അപ്പോഴേക്കും അമീർ പറയും, ബന്ധമുണ്ടെന്ന് പറയുന്നതിന് അപ്പുറം അതെന്താണെന്ന് തെളിവ് സഹിതം തെളിയിക്കൂ. മിസ്റ്റർ അർജുൻ, നിങ്ങളുടെ കാര്യത്തിൽ എനിക്കിപ്പോ തോന്നുന്നത് സങ്കടമാണ്. എവിടേക്കോ പഠിച്ചു വെച്ച വാചകങ്ങൾ കൂട്ടിച്ചേർത്ത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോ ചന്ദ്രബോസ് അവിടെ ഇരിക്കും. അർജുൻ പറയും, PWD 9 സാക്ഷിപ്പട്ടികയിൽ പെടുത്തിയ ശാലിനി വിഷ്ണുവിനെ ഒരിക്കൽ കൂടി വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. യെസ്, പ്രൊസീഡ് എന്ന് പറയുമ്പോ തന്നെ ബോസിന്റെ ഉള്ളില് ഒരു ഞെട്ടലുണ്ട്. ഇനി എന്താണ് ശാലിനി ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ശാലിനി വീണ്ടും അവിടെ വന്ന് നിൽക്കുക. എന്താ നിങ്ങളുടെ പേര്? ശാലിനി വിഷ്ണു. അർജുൻ ചോദിക്കും, എന്താ നിങ്ങൾ ചെയ്യുന്നത്? കളക്ടറാണ്. അപ്പൊ അർജുൻ ചോദിക്കും, ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളറിയോ? അറിയാം, എന്റെ ഹസ്ബൻഡാണ്. എന്തൊക്കെ പറയുമ്പോഴും ബാമയ്ക്ക് അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റണില്ല, ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴും മുഖം ഇങ്ങനെ തിരിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങുമ്പോ തന്നെ അമീർ പറയും, ഒബ്ജക്ഷൻ, യെസ്, പ്രൊസീഡ്. അപ്പൊ അമീർ പറയും, ഇപ്പോ ആണോ അല്ലയോ എന്നുള്ളത് ഇവിടെ പ്രസക്തമാണ്. അപ്പൊ ശാലിനി പറയും, ഇപ്പോഴും ആണ്. അപ്പോ അമീർ പിന്നെ ചോദിക്കാണ്ട് അവിടെ ഇരിക്കും. അങ്ങനെ അർജുൻ ചോദിക്കും, എന്താണ് ബഹുമാനപ്പെട്ട കോടതിയോട് ശാലിനി വിഷ്ണുവിന് പറയാനുള്ളത്? ശാലിനി പറയും, ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് പറയാനുള്ളത്, നിരപരാധിയായ എന്റെ ഹസ്ബൻഡിനെ കൊലക്കേസിലെ തന്റെ അധികാരം ഉപയോഗിച്ച് ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും അതിന്റെ പേരിൽ മാനസികവും ശാരീരികവുമായിട്ട് കഷ്ടപ്പെടുത്തിയ ACP ചന്ദ്രബോസിനെ കുറിച്ച് തന്നെയാണ്. അത് അത്യന്തം ക്രൂരമായ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡിഫൻസ് കൗൺസിലർ അത്രയും വാക്കുകളെ ACP ചന്ദ്രബോസിനെ കുറിച്ച് പറഞ്ഞത്. മധുശ്രീയും ചന്ദ്രബോസും ചേർന്നാണ് എല്ലാ പദ്ധതികളും പ്ലാൻ ചെയ്തത്. കാർത്തിക അണിഞ്ഞ ബ്രേസ്ലെറ്റ് എനിക്ക് ലഭിച്ചതും ഇരുവരും ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്നാണ്. അതെങ്ങനെ അവിടെ എത്തിയെന്നുള്ളത് മരണപ്പെട്ടെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞ കാർത്തികയുടെ മൊഴിയിൽ നിന്നും വളരെ വ്യക്തമാണ്. അപ്പോഴേക്കും അമീർ ഒബ്ജക്ഷൻ പറയും, യെസ്, പ്രൊസീഡ്. അപ്പൊ അമീർ പറയണേ, ഇതൊക്കെ ഇവിടെ ഓരോരുത്തരായിട്ട് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. പുതുതായി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും കോടതിയെ ബോധ്യപ്പെടുത്താനുണ്ടോ? വെറുതെ കോടതിയുടെ വിലപ്പെട്ട സമയം കളയുന്നത് എന്തിനാ? അപ്പൊ അർജുൻ പറയും, പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഈ കേസ് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള രീതിയിലായി ഉയർത്തിക്കൊണ്ടുവന്ന കള്ളങ്ങൾ കൊണ്ടു തീർത്ത ഒരു കൂറ്റൻ വൻമല വെറും കളിമണ്ണായി ചിന്നി ചിതറി നിലം തരിശായപ്പോ ഒരു പിടിവലിയായിട്ടിപ്പോ പിടിച്ചിരിക്കുന്നത് കോടതിയുടെ വിലപ്പെട്ട സമയത്തെയാണ്. കഷ്ടം. അമീർ തല താഴ്ത്താണ്. അപ്പൊ അർജുൻ പറയും, ഒരു മനുഷ്യനെ അതമ്പതിക്കാം, പക്ഷേ ഇങ്ങനൊരു അധപതനം അത് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമാണ്. അത്രയും കേൾക്കുമ്പോ അമീർ ഒന്നും പറയാണ്ട് അവിടെ ഇരിക്കും. അങ്ങനെ ശാലിനിയോട് അർജുൻ വന്ന് ചോദിക്കാണ്, പറയൂ, എന്താണെന്ന് വെച്ചാ പറയൂ. സത്യം തുറന്നു പറയാനുള്ള ഏക സ്ഥലവും ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ്. ശാലിനി പറയും, കോളിളക്കം സൃഷ്ടിച്ച പല കേസുകൾക്കും തുമ്പുണ്ടാക്കുകയും കുറ്റവാളികളെ വേഗത്തിൽ വലയിലാക്കുകയും ചെയ്യുന്ന സമർത്ഥരായ പോലീസ് ഓഫീസേഴ്സ് നമുക്ക് ചുറ്റുമുണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം അപമാനവും മാനക്കേടുമാണ് ചന്ദ്രബോസ് എന്ന ACP.
വിഷ്ണുവേട്ടനെ എന്റെ അമ്മ കൊണ്ടുപോയി കൊടുത്ത ഭക്ഷണം, അതും അവരൊരു കാരണം ഉണ്ടാക്കുകയായിരുന്നു. വിഷ്ണുവേട്ടൻ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മയോട് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അതിൽ പോയിസൺ ചേർത്ത് വിഷ്ണുവേട്ടനെ നൽകി. ഇത് കേൾക്കുമ്പോ വിഷ്ണുവും അതുപോലെ തന്നെ സത്യഭാവയും ഞെട്ടലോടെ ചന്ദ്രബോസിനെ ഇങ്ങനെ നോക്കുക. അങ്ങനെ ശാലിനി പറയണേ, ഞാൻ ആ സമയത്ത് അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ എന്റെ വിഷ്ണുവേട്ടൻ ഇന്ന് ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല. അതിന്റെ ബ്രെയിൻ അത് ചെയ്തത് നിയമം സംരക്ഷിക്കേണ്ട, നിയമം സത്യസന്ധമായി നടപ്പിലാക്കേണ്ട അസിസ്റ്റന്റ് കമ്മീഷണർ പദവിയിലിരിക്കുന്ന ചന്ദ്രബോസ് ആണെന്ന് പറയാൻ ഞാൻ ലജ്ജിക്കുകയാണ്. പോലീസ് സൈന്യത്തിന് മുഴുവനും കളങ്കം ചാർത്തുന്ന ഈ ഉദ്യോഗസ്ഥൻ വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്യുകയാണ് ചെയ്തത്. ഒബ്ജക്ഷൻ അമീർ പറയുമ്പോ ഒബ്ജക്ഷൻ സസ്റ്റൈൻ. അപ്പൊ അമീർ പറയും ചെയ്തു എന്ന് പറയാം, അതാർക്കും പറയാം, പക്ഷെ കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. തെളിവ് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ശാലിനി പറയും തെളിവുണ്ട് ഇവരോട്. അത് കേൾക്കുമ്പോ ബോസ് ഞെട്ടിപ്പോവാണ്. എന്താണ് തെളിവ് എന്നുള്ള രീതിയിൽ സ്റ്റേഷനിലെ ചന്ദ്രബോസ് ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നതിന്റെ വീഡിയോ ഉണ്ട്. ഇത് കേൾക്കുന്ന ബോസ് ഇപ്പൊ ശരിക്കും ഞെട്ടി തകർന്നു പോവും. ചന്ദ്രബോസ് മാത്രമല്ല അമീറും കൂടെ ഞെട്ടിപ്പോകും. എന്തിനെ? മധുശ്രീയും പിന്നെ ചികിത്സിച്ച ഡോക്ടറുടെ മെഡിക്കൽ റിപ്പോർട്ടും. അങ്ങനെ ആ സമയത്ത് തന്നെ അർജുൻ ആ വീഡിയോ ക്ലിപ്പ് കോടതിക്ക് നൽകുകയാണ്. ശേഷം മെഡിക്കൽ റിപ്പോർട്ടും വെർച്വൽ എവിഡൻസ് ദയവ് ചെയ്ത് സ്വീകരിച്ചാലും യുവർ ഓണർ. ചന്ദ്രബോസ് ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അവിടെ. അങ്ങനെ കോടതി അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അർജുൻ അമീറിന്റെ അടുത്ത് ചെന്നിട്ട് പറയും, കേസിൽ കുത്തിയിരുന്ന് പഠിക്കുന്ന കാര്യം പറഞ്ഞില്ലേ മിസ്റ്റർ അമീർ? മിസ്റ്റർ അമീർ, ഞാൻ കേസുകൾ പഠിച്ചതും കുത്തിയിരുന്ന് തന്നെയാ. പിന്നെ സ്കൂളിന്റെ കാര്യം പറഞ്ഞ സമയത്തും അങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചു തന്നെയാ പാസ്സായത്. അല്ലാണ്ട് ചെറിയ കുറിപ്പിലെഴുതി കയ്യിലും മുടിയിലും ചെരുപ്പിന്റെ അടിയിലൊക്കെ വെച്ച് പരീക്ഷ എഴുതിയിട്ടുമില്ല, അങ്ങനൊട്ട് ജയിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. അല്ല, ഈ അടുത്ത് അമീറിനെതിരായിട്ടുണ്ടായ ആരോപണങ്ങളൊക്കെ അവസാനിച്ചെന്നല്ലേ പറഞ്ഞത്? അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. ഓക്കെ. ഈ സമയം കോടതി ആ വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കാൻ തുടങ്ങാണേ. വിഷ്ണുവിനെ ഇതെങ്ങനെ ശാലിനിക്ക് കിട്ടി എന്നൊന്നും അറിയില്ല. ശാലിനി എങ്ങനെ നോക്കുമ്പോ ശാലിനി കണ്ണുകൊണ്ട് വിഷ്ണുവിന് സമാധാനവും ധൈര്യവും നൽകുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അതിനുശേഷം കാണിക്കുന്ന പ്രൊമോയിലുള്ളത് വിഷ്ണുവിനെ കോടതി വിടുന്നതും. അപ്പോൾ വിഷ്ണുവിന്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. ശാലിനിക്കും ഭാമയ്ക്കും രോഹിത്തിനും എല്ലാവർക്കും. പിന്നെ അമീറിനുള്ളത് അർജുൻ കൊടുക്കുന്നുണ്ട്. മധുശ്രീക്കും ചന്ദ്രബോസിനും ശിക്ഷ കോടതി തന്നെ നൽകണേ. പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് ചന്ദ്രബോസ് നാണം കെട്ട് അവിടെ എല്ലാവർക്കും മുന്നില് പിന്നെ ശാലിനിക്ക് സല്യൂട്ട് അടിക്കുന്നതൊക്കെയാണ്. അപ്പൊ ഈ ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്